മുരുകേശന് ഹൃദയംഗമമായ നന്ദി. നമ്മുടെ എവരുടെയും നന്ദി. എവർക്കും സ്വാഗതം. മുരുകേശനും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ശ്രീ മുരുകേശൻ എന്ന വ്യക്തി, ഞാൻ അദ്ദേഹത്തെ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ യൂട്യൂബ് ഫെലോഷിപ്പിൽ എനിക്ക് എപ്പോഴും പ്രചോദനവും സന്തോഷവും പകരുന്ന ഒരു സാന്നിധ്യമാണ് ശ്രീ മുരുകേശൻ എന്ന് സന്തോഷത്തോടും വിനയത്തോടും കൂടെയാണ് ഞാൻ പരാമർശിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇന്ന് രാവിലെ ലഭിച്ച ഒരു പ്രതികരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിനെ ഉണർത്തുന്ന ഒന്ന് രണ്ട് ചിന്തകൾ ഇവരുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കട്ടെ. ഞാൻ വായിച്ചിട്ട് ചില കാര്യങ്ങൾ. ഫാദർ തമ്പുവിൻ്റെ സാക്രമെൻ്റ് ഭാഗം 2 എന്ന വീഡിയോ കേട്ടു. കതിർ വിത്താകുമ്പോഴാണ് അതിൻ്റെ മഹനീയതയുടെ ഔന്നത്യത്തിലെത്തുന്നത് എന്നും അത്തരം ഒരു അത്യുദാത്തവും മഹനീയവുമായ കർമ്മമാണ് യേശു തൻ്റെ അപ്പോസ്തലന്മാരെ വിദൂരദേശങ്ങളിലേക്ക് അയച്ചതിൻ്റെയും അന്ത്യ അത്താഴം നടത്തിയതിലൂടെയും ഇതിൻ്റെ രക്തവും മാംസവുമാണ് എന്ന് പറഞ്ഞതിലൂടെയും കാട്ടിയതെന്ന ഉജ്ജ്വലമായ അർത്ഥവിധാനങ്ങൾ അങ്ങ് തൻ്റെ പ്രഭാഷണ ശകലത്തിലൂടെ പകർന്നു തന്നു. മുരുകേശൻ്റെ ഭാഷ എനിക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. നിങ്ങൾക്ക് എന്നേക്കാൾ അതുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് വായിക്കാനായി ധൈര്യപ്പെടുന്നത്. തുടരട്ടെ. സമകാലീന ലോകത്തിൽ ഷേയും ഷേഗുവരവ, ഹോമിച്ചിമിനും ഹോച്ചിമിൻ, മാർക്സും മറ്റ് നിരവധി പേരും മനുഷ്യമോചനത്തിനായി ജീവൻ സമർപ്പിച്ച വിപ്ലവകാരികളാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. അതുകൊണ്ട് ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ 2000 സംവത്സരങ്ങൾക്ക് മുൻപ് സ്വാധീന ശക്തിയുള്ള ആരുടെയും പിൻബലമില്ലാതെ പൗരോഹിത്യത്തെയും റോമാ സാമ്രാജ്യത്തെയും ഭയന്ന് ജീവിച്ചിരുന്ന ദുർബലരായ കുറേ പേരുടെ മനസ്സിൻ്റെ പിൻബലത്തോട് മാത്രം ഭീകര പ്രതിലോഭ ശക്തികളെ നേരിട്ട യേശുവിൻ്റെ സത്യാവബോധം, ധീരത, സുദൃഢമായ ആത്മീയ ശക്തി, ബൗദ്ധിക ശക്തി, ഇവ എന്നെ മറ്റെന്തിനേക്കാളും അധികം അത്ഭുതപ്പെടുത്തുകയും ഈ ലോക വ്യവസ്ഥയിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള ആരെക്കാളും അദ്വിതീയ സ്ഥാനമായി മാറ്റുകയും ചെയ്യുന്നു. ഇത്തരമൊരു തിരിച്ചറിവിന് എന്നെ പ്രാപ്തനാക്കിയ വത്സൻ തമ്പു, ഇതൊരു വൈയക്തിക പുകഴ്ത്തലല്ല, അതിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല എന്ന് പറയട്ടെ, ബ്രാക്കറ്റ് ക്ലോസ്. സാർവജനീയമായ യേശു പഠനങ്ങളിൽ ത്യാഗധനമായ അത്യുദാത്തമായ സ്ഥാനം അലങ്കരിക്കുന്നു എന്നും ഞാൻ ഹൃദയത്തിൽ കരുതുന്നു, വിശ്വസിക്കുന്നു. മുരുകേശൻ്റെ മലയാള സാഹിത്യ ഗാംഭീര്യം അത് വേണ്ടതുപോലെ താങ്ങുവാനോ ദഹിക്കുവാനോ എനിക്ക് കഴിവില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രത്യേകമായി ഏവരോടും സൂചിപ്പിക്കുന്നത്, സക്രമത്തിനെ പറ്റി ഏതാണ്ട് നൂറ്റാണ്ട് നടത്തിയ അന്വേഷണങ്ങളിൽ എനിക്ക് ബോധ്യമായ ചില വെളിപ്പെടുത്തൽ 3 വീഡിയോകളിൽ കൂടെ ഞാൻ പങ്കിട്ടപ്പോൾ മതിലേക്ക് കളിച്ച അനേകം ക്രിസ്ത്യാനികൾ അതുകൊണ്ട് വിമിഷ്ടം അനുഭവിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ക്രിസ്ത്യാനി അല്ല എന്ന് നമുക്ക് തോന്നാവുന്ന മുരുകേശനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളടക്കം അത് വളരെ ആത്മീയമായ പ്രചോദനം നൽകുവാൻ പര്യാപ്തമായിരുന്നു അദ്ദേഹം സാക്ഷീകരിക്കുകയാണ്. ഇത് അദ്ദേഹം സ്വമേധയായി ആത്മാവിൻ്റെ ഉൾപ്രേരണയിൽ നടത്തുന്ന ഒരു വെളിപ്പെടുത്തലാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യാനികൾ പൊതുവെ
ക്രിസ്ത്യാനികളല്ല എന്ന് നാം വിചാരിക്കുന്ന ആളുകളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരു വലിയ കഴിവുകേടിൻ്റെ അവസ്ഥയിലാണ്. ശാരീരികമായി വികലാംഗർ. നമ്മളവരെ പണ്ട് ഡിസേബിൾഡ് പീപ്പിൾ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരെ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ ആത്മീയ ദർശനം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രത്യേകതയുള്ള ഘടകങ്ങൾ, ഇവയെ മനസ്സിലാക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ആത്മീയ വികലാംഗികളായിപ്പോയി എന്ന ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം ഇപ്പോൾ നിലവിലുണ്ട്. ക്രിസ്ത്യാനികൾ ആത്മീയ വികലാംഗരായിപ്പോയി എന്നൊരു യാഥാർത്ഥ്യം. അത് യേശുവിനെ നാം മറന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ നിർദ്ദേശങ്ങൾ, യേശു നൽകിയ ആത്മീയമായ ആ ഒരു പൈതൃകം, ഇവയോടുള്ള ബന്ധത്തിൽ നാം വികലാംഗരായിപ്പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. സക്രമത്തിനെപ്പറ്റി ഞാൻ ഉൾപ്പെടുത്തിയ ആശയങ്ങൾ ഏതെങ്കിലും ഒന്ന് സുവിശേഷങ്ങൾക്ക് നിരക്കാത്തതാണ്. 4 സുവിശേഷം ഒന്നേ ഉള്ളൂ, അതിൻ്റെ 4 വേർഷൻസ്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എന്തിനോടെങ്കിലും നിരക്കാത്ത ഒരു വാക്ക്, ഒരാശയം ഈ 3 വീഡിയോയിലുണ്ടെങ്കിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷേ യേശുവിൻ്റെ പഠിപ്പീരുകളോടുള്ള നിതാന്തമായ വിധേയത്വത്തിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മതിലെ കളിച്ച ക്രിസ്ത്യാനികൾക്ക് വിമിഷ്ടവും, പുറജാതിക്കാരെന്ന് വിവരദോഷികളായ നമ്മൾ പറയുന്ന മുരുകേഷിനെ പോലെയുള്ള മഹനീയ വ്യക്തിത്വങ്ങൾക്ക് അത് ആത്മീയമായ പ്രചോദനവും നൽകുന്നു എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ കൂടുതലായി ഇത് വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ടോ ആത്മീയ സത്യങ്ങൾ കാണുന്നതിൽ നിന്ന്, മനസ്സിലാക്കുന്നതിൽ നിന്ന്, കേൾക്കുന്നതിൽ നിന്ന് നമ്മുടെ കണ്ണിനെയും കാതിനെയും മനസ്സിനെയും കൊട്ടി അടച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ലഭിച്ചിട്ടുള്ള താരിപ്പുകളും നമ്മുടെ ഉള്ളിൽ കുത്തി നിറച്ചിരിക്കുന്ന മുൻവിധികളുമാണ്. സക്രമെന്ത് എന്നാൽ എന്ത്? അതിനെപ്പറ്റി നമുക്ക് ചില പഠിപ്പീരുകൾ ലഭിച്ചിട്ടുണ്ട്. അതെത്രമാത്രം വേദപുസ്തക അധിഷ്ഠിതമാണ് എന്നൊരിക്കലും നാം അന്വേഷിച്ചിട്ടില്ല. യേശു എന്തുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു അന്ത്യ അത്താഴം ശിഷ്യന്മാരുമായി ആഘോഷിച്ചു എന്ന് നാം അന്വേഷിച്ചിട്ടില്ല. ഇന്നും അന്വേഷിക്കാൻ മനസ്സില്ല. പള്ളിയിൽ നിന്ന് പറഞ്ഞത് കേട്ടു, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് നമുക്ക് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. നമ്മുടെ നന്മ തിന്മയാക്കി മാറ്റുവാൻ പര്യാപ്തമായൊരവസ്ഥയാണ്. വെളിച്ചം ഇരുട്ടായി പോകുന്ന അവസ്ഥയാണ് എന്ന് തിരിച്ചറിയുക വളരെ അനിവാര്യമാണ്. ഇനി ഞാൻ ഇതേ ഒരു അവസ്ഥയെ മറ്റൊരു വിധത്തിൽ ഒന്ന് പരിഗണിച്ചാൽ, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ്, ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപ്, സ്നാപക യോഹന്നാൻ പ്രത്യക്ഷപ്പെടുന്നു. അവൻ വിളിച്ചു പറയുന്നത്, ഇത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണ്. ഞാൻ ആരാണ്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണ്. കർത്താവിൻ്റെ പാത നിരപ്പാക്കുവാനായി അയക്കപ്പെട്ടവനാണ് ഞാൻ. നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവാണ് വഴി. ജീസസ് ഈസ് ദ വേ. വഴിയായ യേശുവിന് വഴി തുറക്കേണ്ട കാര്യമല്ലോ ഉണ്ട്, അല്ലെങ്കിൽ വഴിയായ യേശുവിൻ്റെ വഴി നിരപ്പാക്കേണ്ട വല്ല കാര്യമുണ്ട്? അത് അധികപ്പറ്റാണ് നമുക്ക് തോന്നുകയില്ലേ? പക്ഷെ അവിടെയാണ് വചനം വെളിപ്പെടുത്തുന്ന അതിശ്രദ്ധേയമായ ഒരു സത്യം പതിയിരിക്കും. അതായത്, യഹൂദ ജനം നമ്മെപ്പോലെ തന്നെ അവ പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന മതപരമായ പരിശീലനം, അതിലുൾപ്പെട്ടിരുന്ന ധാരണകൾ, മുൻവിധികൾ, അതിനപ്പുറത്തൊന്നുമില്ല എന്ന മഠയത്തരം, അതിൻ്റെ അടിമകളായിരുന്നു.
അതുകൊണ്ട് യേശു അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ ആത്മീയ ദർശനത്തെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അല്പം പോലും ഉണ്ടാകുമായിരുന്നില്ല. അത് അവരുടെ ഉള്ളിലൊരു വലിയ വിലങ്ങ് തടി പോലെ കട്ടി പിടിച്ച് ഇരിക്കുന്നു. അതിനെ സ്പർശിക്കാതെ, അതിൻ്റെ കാഠിന്യത്തിന് മയം വരുത്താതെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വിജയിക്കുകയില്ല. അപ്പോൾ അപ്രകാരം ജനങ്ങളുടെ മനസ്സിൽ ഉറഞ്ഞു കൂടിയിരിക്കുന്ന കട്ടി പിടിച്ച് കിടക്കുന്ന ഈ പാഴ്ത്തടികൾ, അവയെ സ്പർശിക്കുകയും അവയെ മാറ്റിവെക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാചക ദൗത്യത്തിൻ്റെ പ്രത്യേകമായ ഉള്ളടക്കമെന്ന് ഈ ഒരു സാഹചര്യം പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് സ്നാപക-യോഹന്നാൻ ഏറ്റവും ശ്രദ്ധേയനായ പ്രവാചകനായിരുന്നു എന്ന് യേശു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക-യോഹന്നാനേക്കാൾ മുന്തിയവനായി ആരും ഉണ്ടായിട്ടില്ല എന്ന് യേശു പറയുന്നു. അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു ദൗത്യമാണ്. ഞാൻ എന്നെപ്പറ്റി കരുതുന്ന ഈ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു സ്വരമായിട്ട് മാത്രമാണ്. എനിക്ക് ആർക്കും ഒന്നും നൽകാനില്ല. എന്നാൽ ചില കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട നിർബന്ധം ഇപ്പോൾ നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ട് ഇപ്രകാരം ഒരു സംരംഭം ആരംഭിക്കുകയും നാളിതുവരെ അതിൽ നിലനിൽക്കുകയും ചെയ്തു അത്രമാത്രം. പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, അതിലെ കൊടുത്ത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സഭാപരമായ എരിവിൻ്റെ ആ മൂർച്ചയിൽ അന്ധരായി പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അവർ പരമ്പരാഗതമായി കേട്ട ചില കാര്യങ്ങളിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ അല്പം ഒന്ന് മാറിയാൽ അവർ കുപിതരായി വല്ലാതെ പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ്. അത് എന്നോട് കാണിക്കുന്ന ക്രോധമായിട്ടോ ഒന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നത്. യേശുവാകുന്ന വെളിച്ചത്തെ സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സൈദ കുളക്കരെ കാത്തിരിക്കുന്ന, രോഗശാന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, 38 വർഷം കാത്തിരുന്നിട്ടും രോഗശാന്തി പ്രാപിക്കാത്തൊരു മനുഷ്യനെ നാം പരിചയപ്പെടുന്നുണ്ട്. പ്രത്യേകമായി യേശു അവനോട് എന്തുകൊണ്ടാണ് സമ്പാദിക്കുന്നത്? അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മോട് ഏവരോടും ചോദിക്കുന്ന ചോദ്യമാണ്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മെ പിടിച്ചിരിക്കുന്ന പരമ്പരാഗതമായ വർഗീയത, നാം ഭക്തി എന്നൊക്കെ കണ്ടിരിക്കുന്ന മതഭക്തി, അതായത് സഭയോടുള്ള ഭക്തി എന്ന് പറയുന്ന മഹാരോഗം, അതിൽ നമുക്ക് സൗഖ്യം പ്രാപിക്കാതെ നമുക്ക് ആത്മീയമായ ഒരിഞ്ച് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. നമ്മുടെ എവരോടുമായിട്ടാണ് ചോദ്യം ഉയർത്തുന്നത്. സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നോടാണ് ചോദിക്കുന്നത്. യേശു എന്നോട് ചോദിക്കുകയാണ്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? 38 വർഷം ബെത്സൈദ കുളക്കര സൗഖ്യമാകുവാൻ, രോഗശാന്തിക്ക് വേണ്ടി കാത്തു കിടന്നൊരു മനുഷ്യനാണ് ചോദിക്കുക. അവൻ്റെ സങ്കല്പങ്ങളാണ് അവൻ്റെ പ്രശ്നം. അവൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന സങ്കല്പങ്ങളുടെ ഇരയായിരുന്നു അവൻ. ആ സങ്കല്പങ്ങളിൽ നിന്നാണ് യേശുവിന് വിടുതൽ നൽകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഭാഗ്യവശാൽ മുരുകേശനെ പോലെയുള്ള ആന്തരിക സ്വാതന്ത്ര്യം ഇപ്പോഴും അനുഭവിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ മനഃപൂർവ്വം സ്തുതിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നത് തന്നെ ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യം തന്നെയാണ്. അതേസമയം തന്നെ സ്വർഗത്തിലോട്ട് പോകുവാൻ മുണ്ടുമലക്കി നിൽക്കുന്ന ഈ നാമധേയ ക്രിസ്ത്യാനികളെ കണ്ടുമുട്ടുമ്പോൾ പലപ്പോഴും ഉള്ളിൽ അറിയാതെ ഇരുട്ട് അതിൻ്റെ കട്ടി കൂടുകയാണ്. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. സമ്മതിക്കാതിരിക്കാൻ സാധ്യമല്ല. അത് പറഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു പറയുന്നത് വളരെ സത്യമാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. പക്ഷേ അതിൻ്റെ ഏക അവകാശികളെന്ന് ധരിച്ചിരുന്ന ആളുകൾ, അബ്രഹാമിൻ്റെ മക്കൾ, അവർ പുറത്തുള്ള ഇരുട്ടിലേക്ക് എറിയപ്പെടും. അവരതിന് അവകാശം പ്രാപിക്കുകയില്ല. അവർ തിരസ്കരിക്കപ്പെടും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതെങ്കിലും അല്പം ഒന്ന് ബോധ്യപ്പെടുവാൻ ഇടയായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. ഞാൻ മുരുകേഷിൻ്റെ ഈ ഒരു പ്രതികരണം വായിച്ച് കേൾപ്പിച്ചത് അത് എനിക്കേതാണ്ട് മേന്മ കൂട്ടും എന്ന പ്രതീക്ഷയിലല്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ
നമുക്ക് പറ്റിയിട്ടുള്ള ഈ അധപ്പതനം, നമ്മുടെ പാപ്പരത്വം വളരെ ഭീകരമാണ്. അതെങ്കിലും തിരിച്ചറിയുവാൻ വല്ല വിധേനയും ഇടയായിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി മനം നൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം.